എല്ലാവർക്കും നമസ്കാരം. കുറച്ച് കാലങ്ങളായിട്ട് ഇസ്ലാം എയറിലാണല്ലോ. അതിൻ്റെ ഭാഗമായി ഇസ്ലാം മതത്തിന് ഏറ്റിട്ടുള്ള ഈ പരിക്ക് ആധുനിക കാലത്ത് മനുഷ്യർ ഇസ്ലാം മതത്തിനകത്തുള്ള ആളുകൾ ഇസ്ലാം മതം എന്താണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് പുറത്തു കടക്കുന്ന അവസ്ഥ കൂടുതലായിട്ട് വരുന്നു. ഇസ്ലാം മതത്തിനകത്ത് ജനിച്ച കുട്ടികൾ അവർ ഉസ്താദുമാരോടും വീട്ടുകാരോടും ഒക്കെ സംശയം ചോദിച്ച് അവരെ വല്ലാതെ ബുദ്ധിമുട്ടുന്നു. ഇസ്ലാമിൻ്റെ ചരിത്രത്തിലും ഹദീസ് ഗ്രന്ഥങ്ങളിലും പ്രവാചകൻ്റെ മാതൃകകളിലുമൊക്കെയുള്ള അശ്ലീലങ്ങൾ, അധാർമികതകൾ, ഇതൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് ഇതെങ്ങനെയാണ് ഒരു ധാർമ്മികത പഠിപ്പിക്കാൻ വന്ന മതത്തിൽ ഉണ്ടാവാൻ പറ്റുന്നത്, ഇതൊക്കെ എങ്ങനെയാണ് ഹദീസിൽ ഉണ്ടാവുന്നത് എന്ന തരത്തിൽ നിരവധിയായിട്ടുള്ള സംശയങ്ങളും ചോദ്യങ്ങളും കൊണ്ട് ഇസ്ലാമിനകത്ത് പണ്ഡിതന്മാർ ബുദ്ധിമുട്ടിലായപ്പോൾ മതവിമർശകരെ നേരിടാൻ പല വഴികളും നോക്കി. അവരെ വ്യക്തിഹത്യ ചെയ്യുക, അവരെ അധിക്ഷേപിക്കുക, അവർ മോശക്കാരാണെന്ന് ചിത്രീകരിക്കുക, അങ്ങനെ എല്ലാ വഴികളും നോക്കി. അതുകൊണ്ടൊന്നും നിൽക്കാതെ വന്നപ്പോൾ അവസാനം അവർ പുസ്തകരചനയിലേക്ക് കടക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. കഴിഞ്ഞ 2-3 വർഷത്തിനിടയിൽ 2 ഡസനിലധികം പുസ്തകങ്ങളാണ് കേരളത്തിൽ നടക്കുന്ന ഇസ്ലാം മത വിമർശനങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി തൊടുപുഴ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അൽ ഫുർഖാൻ സെൻറ്റർ ഫോർ ഇസ്ലാമിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് എന്ന് പറയുന്ന ഒരു സ്ഥാപനം അവരുടെ ആദ്യ ഉദ്യമമായി പുറത്തിറക്കിയ 3 പുസ്തകങ്ങളുണ്ട്. അതിൽ ഇസ്ലാം മത വിമർശകർ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, വിശ്വാസികളുടെ ഇടയിൽ തെറ്റായ അർത്ഥം നൽകി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഏതാനും ഹദീസുകൾ എന്ന പേരിൽ അങ്ങേയറ്റം അശ്ലീലം നിറഞ്ഞ മുഹമ്മദിൻ്റെയും ഇസ്ലാമിൻ്റെയും ഒക്കെ പൊള്ളത്തരം യഥാർത്ഥത്തിൽ ഒറ്റ വായനയിൽ തന്നെ ബോധ്യമാവുന്ന തരത്തിൽ ഹദീസ് ഗ്രന്ഥങ്ങളിലുള്ള ഹദീസുകളിൽ ഏറ്റവും മോശപ്പെട്ട ഹദീസുകൾ 240 എണ്ണം ക്രോഡീകരിച്ചെടുത്തത് അതിൻ്റെ ആധുനിക കാലത്തെ പുട്ടി സഹിതം പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമുണ്ട്. തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഹദീസുകളും വസ്തുതകളും എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ ഇന്ന് മുതൽ ഈ പുസ്തകത്തിൽ അടങ്ങിയിട്ടുള്ള അശ്ലീലം നിറഞ്ഞ ഹദീസ് കഥകൾക്ക് ആധുനിക കാലത്ത് അടിച്ചു വച്ചിട്ടുള്ള പുട്ടി എത്ര പരിതാപകരമായിട്ടാണ് ഇവർ ഈ ഹദീസുകളെ, ഈ വൃത്തികേടുകൾ നിറഞ്ഞ ഹദീസുകളെ തള്ളിക്കളയാൻ ഒരു പഴുതുമില്ലാത്തതിൻ്റെ പേരിൽ മാത്രം പുട്ടിയടിച്ച് ന്യായീകരിച്ച് ശരിയാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത് എന്നത് നമ്മൾ പരിശോധിക്കുകയാണ്. തുടക്കത്തിലേ പറയട്ടെ, ഇസ്ലാമിൽ ഹദീസ് ഗ്രന്ഥങ്ങളിലും ചരിത്രത്തിലും എഴുതി വെക്കപ്പെട്ടിട്ടുള്ള മനുഷ്യത്വ വിരുദ്ധമായ, സ്ത്രീ വിരുദ്ധമായ, അശ്ലീലം നിറഞ്ഞ ഹദീസ് വിശദീകരണങ്ങളെക്കാൾ മാരകമാണ് ഈ ഹദീസുകളെയൊക്കെ ആളുകൾ തെറ്റായ അർത്ഥം നൽകി വ്യാഖ്യാനിച്ച് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ യഥാർത്ഥ വസ്തുത നമുക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് എഴുതപ്പെട്ടിട്ടുള്ള ഈ വിശദീകരണ പുസ്തകം ഏതെങ്കിലും ഇസ്ലാം മത വിമർശകർ ഇത്തരം ഹദീസുകൾ വിശദീകരിച്ചു കൊടുത്തതിൻ്റെ പേരിൽ വിശ്വാസം നഷ്ടപ്പെടാത്ത വിശ്വാസികൾക്ക് പോലും വിശ്വാസത്തിൽ സംശയം ജനിപ്പിക്കത്തക്ക തരത്തിലുള്ള വിശദീകരണമാണ് ഈ പുസ്തകത്തിൽ ഉൾച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പുസ്തക വായനയിലേക്ക് കടക്കുകയാണ്. ആദ്യമായി അതിൻ്റെ പ്രസാധകക്കുറിപ്പാണ്. പ്രസാധകരെയും പുസ്തക രചയിതാക്കളെയുമാണ് പരിചയപ്പെടുത്തുന്നത്. ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് നേരെ കടന്നാക്രമണങ്ങൾ വർദ്ധിക്കുന്ന ഇക്കാലത്ത് പ്രാമാണികമായും വൈജ്ഞാനികമായും അതിനെ നേരിടുന്നതിന് സ്ഥാപിതമായ അൽ ഫുർഖാൻ സെൻറ്റർ ഫോർ ഇസ്ലാമിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ചിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അൽ ഫിറാസ് ബുക്സിൻ്റെ പ്രഥമ പുസ്തകങ്ങളിൽ ഒന്നാണ് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഹദീസുകളും വസ്തുതകളും. അപ്പം ഈ പ്രസാധകരും ഈ സ്ഥാപനവും തുടങ്ങുന്നത് തന്നെ ആധുനിക ലോകത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ ഇസ്ലാം മതം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയെ മറികടക്കാനുള്ള ഒരു ശ്രമം എന്ന നിലക്കാണ്. അവരുടെ ആദ്യ സംരംഭമായിട്ടാണ് ഈ പുസ്തകം പുറത്തിറങ്ങിയിട്ടുള്ളത്. പ്രവാചക വചനങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുകയും സന്ദർഭങ്ങളിൽ നിന്നും അടർത്തി മാറ്റുകയും ചെയ്ത ശേഷം ജുഗുപ്സാവഹമായ ശീർഷകങ്ങൾ നൽകി ഹദീസ് സമാഹാരങ്ങളെ അവഹേളിക്കുന്ന കാപട്യക്കാർ വക്രീകരിച്ച ഏതാനും ഹദീസുകളുടെ വസ്തുത ബോധ്യപ്പെടുത്തുന്ന ഈ ഗ്രന്ഥം തയ്യാറാക്കിയത് യുവ പണ്ഡിതന്മാരായ മുഫ്തി ഷഫീഖ് അൽ കൗസരിയും നിസാം കഷാഫിയുമാണ്. അപ്പോൾ ഇതാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു കഥ. ഇനി നമുക്ക് വായനയ്ക്ക് മുമ്പ് ഈ പുസ്തകം എഴുതാനുള്ള സാഹചര്യവും ഇതിലെ കുറേ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന ഒരു പേജാണ് വായനയ്ക്ക് മുമ്പ്. ആ പേജ് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. അതിൻ്റെ ഒരു സെൻറ്റൻസ് മാത്രം ഞാൻ വായിക്കുന്നു. മുഖ്യമായും വിശ്വാസികളായ സാധാരണക്കാരെയാണ് ഈ ഗ്രന്ഥം ലക്ഷ്യമാക്കിയിട്ടുള്ളത്. അതിനാൽ ലളിതവും ചുരുങ്ങിയതുമായ വിവരണങ്ങൾ മാത്രമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ
നമ്മളും ഈ പുസ്തകത്തിനെ പുനർവായന ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പുസ്തകത്തെ പരിശോധിക്കുന്നത് ഏറ്റവും സാധാരണക്കാർക്ക് മനസ്സിലാകാവുന്ന തരത്തിൽ, നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകാവുന്ന തരത്തിൽ അത്തരം വിശദീകരണങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്. അതിനപ്പുറത്തേക്കുള്ള ഭീകരമായിട്ടുള്ള വിശദീകരണങ്ങളോ അതിൻ്റെ ചരിത്രങ്ങളോ ഒന്നും പറഞ്ഞ് കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കാതെ തന്നെയാണ് നമ്മളും ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ പോകുന്നത്. ഇനി ഇതിന് അകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ള വിശദീകരണങ്ങൾ ഏതൊക്കെ ടൈറ്റിലാണ് എന്ന് ഞാൻ പറയാം. പ്രവാചകന്മാരെ മോശമാക്കൽ, രണ്ടാമത്തെ പാർട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവഹേളിക്കൽ. അതിൽ കുറേ സബ് ടൈറ്റിലുകളുണ്ട്, ഹദീസുകളുടെ വിശദീകരണങ്ങളുണ്ട്. പ്രവാചകൻ്റെ വിവാഹം, പ്രവാചക പത്നിമാരെ അവഹേളിക്കൽ, സഹാബികളെ അവഹേളിക്കൽ, സിഹറും പിശാചും, സ്ത്രീവിരുദ്ധതയെക്കുറിച്ച് പറയപ്പെടുന്ന അല്ലെങ്കിൽ വിമർശിക്കപ്പെടുന്ന ഹദീസുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. 29 ഹദീസുകൾ ഇസ്ലാം സ്ത്രീവിരുദ്ധമാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇസ്ലാം വിമർശകർ എടുത്തുദ്ധരിക്കാറുണ്ട്. അത്തരം ഹദീസുകൾക്കുള്ള യഥാർത്ഥ വിശദീകരണമാണ് ഈ പുസ്തകത്തിലുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. ഇസ്ലാമിലെ ശിക്ഷാവിധികൾ, ജീവികളോടുള്ള ക്രൂരത, വൈരുദ്ധ്യങ്ങൾ, വർഗീയത, നസ്ക്, മരണത്തിൽ കരയൽ, ബറക്കത്തെടുക്കൽ, മറവി, മിത്തുകളിലാണ് കേട്ടോ പ്രപഞ്ച സൃഷ്ടിപ്പ്, മനുഷ്യ സൃഷ്ടിപ്പ് ഇതൊക്കെ വരുന്നത്. ഖുർആനെ കുറിച്ചുള്ള വിമർശനങ്ങൾ, അതിനുള്ള മറുപടി, യുക്തിരഹിതം എന്ന് നമ്മൾ വിമർശിക്കാറുള്ള പലിശ, ചെകുത്താൻ്റെ വേദമോത്ത്, വിശ്വാസികൾ തമ്മിലുള്ള കൊല, മയ്യത്തിനെ കരിക്കൽ എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, രാജഭക്തി, കളവ്, കൈകടത്തൽ തുടങ്ങി ലഈഫ് ആയ ഹദീസുകളെക്കുറിച്ചുള്ള വിമർശനങ്ങൾ ഉൾപ്പെടെ ഇത്തരം പല വിഭാഗങ്ങളിലായി നിരവധിയായിട്ടുള്ള ഹദീസുകളുടെ വിശദീകരണമാണ്. 240ഓളം വരുന്ന ഹദീസുകളുടെ യഥാർത്ഥ വസ്തുത എന്താണ് എന്ന് പരിശോധിക്കുന്ന ഒരു ഗ്രന്ഥമാണ് നമ്മൾ വായിക്കുന്നത്. ഇനി ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ നിന്ന് ഏതാനും ഭാഗം കൂടി നമ്മൾ പരിശോധിച്ച് ആദ്യത്തെ ഹദീസിലേക്ക് പോകാം. ഹദീസിനെ കുറിച്ചുള്ള ഇസ്ലാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിലും ഇത്തരം അശ്ലീലം നിറഞ്ഞ അമാനവികമായിട്ടുള്ള ഹദീസുകളെ ഈ കോലത്തിൽ പുട്ടിയടിച്ച് പുതിയ പുതിയ പുസ്തകങ്ങൾ എഴുതേണ്ടി വരുന്നത് എന്ന ഗതികേടാണ് ഇതിൻ്റെ ആമുഖമായിട്ട് ഈ പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നത്. ഒന്നാമത്തത്, പ്രവാചകൻ സ്വന്തം നിലക്ക് എന്തെങ്കിലും പറയുകയില്ല, അള്ളാഹുവിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ മുഹമ്മദ് നബി സംസാരിച്ചിട്ടേ ഇല്ല എന്ന ഖുർആൻ വചനമാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. അതായത് ഖുർആൻ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ വചനത്തെ വിശദീകരിച്ച് തന്നിട്ടുള്ളത് മുഹമ്മദ് നബിയാണ്. അപ്പം മുഹമ്മദ് നബിയുടെ ഈ സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പുണ്യ റസൂലിൻ്റെ വാക്കുകൾ, പ്രവൃത്തികൾ, അനുവാദങ്ങൾ എന്നിവ വഴിയാണ് ഖുർആൻ പൂർണ്ണമായും പ്രാവർത്തികമായത്. എന്ന് പറഞ്ഞാൽ ഖുർആനിൽ എന്താണോ ഉള്ളത് അത് ജീവിച്ചും പറഞ്ഞും അനുവാദം കൊടുത്തും മൗനം പാലിച്ചും നമുക്ക് കാണിച്ചു തന്ന, വിശദീകരിച്ചു തന്ന ആളാണ് മുഹമ്മദ് നബി. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബിയുടെ മൗനവും സംസാരവും പ്രവൃത്തിയും അനുവാദം തരലും ഒക്കെ ഖുർആനിൻ്റെ വിശദീകരണമായിട്ടാണ് ഗണിക്കപ്പെടുക. അത്തരം വിശദീകരണങ്ങൾ കിടക്കുന്നത് ഹദീസുകളിലാണ്, സുന്നത്തിലാണ്. അതുകൊണ്ട് തന്നെ എത്ര അങ്ങേയറ്റത്തെ മാരകമായിട്ടുള്ള വൃത്തികേട് എഴുതി വെച്ച ഹദീസാണെങ്കിലും തള്ളിക്കളയാൻ നിർവാഹമില്ല. എന്നാലും ചിലപ്പോഴൊക്കെ അറിയാതെ സന്ദർഭത്തിൻ്റെ, സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലമൊക്കെ പലപ്പോഴും ഹദീസ് പൂർണ്ണമായോ ഭാഗികമായോ ഒക്കെ തള്ളുന്ന പ്രവണത ഇവർക്കിടയിലുണ്ട്. അതൊക്കെ ഗതികേടുകൊണ്ടാണ് എന്ന് വിശ്വാസികൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് ഹദീസുകളിൽ എന്തുണ്ടെങ്കിലും അതിനെ തള്ളുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. അതിൻ്റെ കാരണം കൂടി ഇവിടെ എഴുതിയിട്ടുണ്ട്. സുന്നത്തുകളെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഖുർആനിനെയും പ്രവാചകരെയും ഇസ്ലാമിക ശരീഅത്തിനെയുമാണ് നിഷേധിക്കുന്നത്. അതുകൊണ്ട് ഹദീസിനെ നിഷേധിക്കാൻ കഴിയില്ല. പിന്നെ ആകെ ചെയ്യാൻ പറ്റുന്ന എന്താണ്? ഇതിനെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് പുട്ടിയടിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. ഇത് മാത്രമാണ് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇനി ഈ ആമുഖത്തിൽ പറയുന്നത് ഹദീസ് നിഷേധം അല്ലെങ്കിൽ ഹദീസിനെ വിമർശിക്കുക, ഹദീസ് മോശമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ച ചരിത്രത്തിലെ കുറേ ആളുകളെയാണ് പരിചയപ്പെടുത്തുന്നത്. അതിലെ ഒരു പ്രധാനപ്പെട്ട വിഭാഗത്തെ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഒന്ന് സാന്ദർഭികമായിട്ട് പറഞ്ഞു പോകണം എന്ന് എനിക്ക് തോന്നി. ഹിജ്റ 1-ാം നൂറ്റാണ്ടിൻ്റെ സായാഹ്ന വേളയിൽ രൂപപ്പെട്ട മുഅ്തസിലുകളാണ് ഹദീസ് നിഷേധിച്ച വേറൊരു കൂട്ടർ. എന്ന് പറഞ്ഞാൽ ഏകദേശം 7-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം അല്ലെങ്കിൽ 8-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം, കോമണറ, ആ കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വന്ന മുഅ്തസിലുകൾ ആണ് ഹദീസ് നിഷേധം നടത്തിയ ഒരുപാട് വിഭാഗങ്ങളിൽ ഒരു പ്രബല വിഭാഗം എന്നാണ് ഈ പറയുന്നത്. എന്താണ് അവർ ചെയ്തത്? ഖുർആനും ഹദീസും അടിസ്ഥാനപ്പെടുത്തി ദീനീ നിയമങ്ങൾ വിലയിരുത്തുക എന്ന അടിസ്ഥാന നിയമത്തിന് പകരം തത്വശാസ്ത്ര അടിസ്ഥാനത്തിലും യുക്തിചിന്തയിലൂടെയും കാര്യങ്ങൾ തീർപ്പാക്കുന്ന യവന സംസ്കാരത്തിന് തല പണയപ്പെടുത്തുന്നവരായിരുന്നു മുഅ്തസിലുകൾ. വിധിവിശ്വാസത്തെ എതിർക്കുക, അള്ളാഹുവിൻ്റെ പല സിഫത്തുകളെയും നിഷേധിക്കുക, ഖബർ ശിക്ഷ, മീസാൻ തുടങ്ങിയ പരലോക വിശ്വാസങ്ങളെ തള്ളിക്കളയുക,
ഖുർആൻ അനാദിയല്ല സൃഷ്ടിയാണെന്ന് വാദിക്കുക തുടങ്ങി ഇസ്ലാമിക വിശ്വാസ പ്രമാണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തിയ മുഅ്തസിലുകൾ പുണ്യ ഹദീസുകളെ വലിയ തോതിൽ തള്ളിപ്പറയുന്നത് അവർക്ക് അത്യാവശ്യമായി വന്നു. അബ്ബാസിയ ഭരണകാലത്ത് വലിയ സ്വാധീന ശക്തിയായി വളർന്ന ഇവർ ഇസ്ലാമിൻ്റെ വിശ്വാസ സംഹിതയെ അട്ടിമറിക്കാൻ ശ്രമിച്ചവരിൽ പ്രബലരാണ്. പിന്നീട് രൂപപ്പെട്ട പല വഴിപിഴച്ച പ്രസ്ഥാനങ്ങളും ഇവരാൽ സ്വാധീനിക്കപ്പെട്ടവരും ഇവരെ കടം കൊണ്ടവരുമാണ്. ഈ വിഭാഗത്തെ ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ വിശദീകരിച്ചതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇസ്ലാം ഒരു പിന്തിരിപ്പൻ പ്രത്യയശാസ്ത്രമാണ്, ഇതൊരു 6-ാം നൂറ്റാണ്ടിൻ്റെ ഗോത്ര നിയമമാണ് എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുമ്പോൾ, ഇസ്ലാം ശാസ്ത്രവിരുദ്ധതയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ, ഇസ്ലാമിക ശാസ്ത്രജ്ഞന്മാർ എന്ന് പറഞ്ഞിട്ട് ഇവർ കുറേ ആളുകളെ തള്ളിക്കൊണ്ടുവരും. ഇബ്നു സീന പോലെ ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ, പല ശാസ്ത്രശാഖകളുടെയും പിതാക്കന്മാരായിട്ട് കുറേ ആളുകളെ പെറുക്കി ഇവർ വരും. അങ്ങനെ ഒരു ലിസ്റ്റൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. ആ ലിസ്റ്റുകളിൽ പെടുന്ന ആളുകൾ പൂർണ്ണമായും എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അവരൊക്കെ ഇപ്പോൾ നമ്മൾ ഈ പറയപ്പെട്ട ഹദീസ് നിഷേധത്തിൻ്റെ ഭാഗമായി വിശ്വാസ സംഹിതയെ അല്ലെങ്കിൽ ഇസ്ലാമിനെ തത്വശാസ്ത്രപരമായും യുക്തിപരമായും വ്യാഖ്യാനിച്ച് ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങൾക്കെതിരായ നിലപാടെടുത്ത് സമൂഹത്തിൻ്റെ പൊതുവായ പുരോഗതിക്ക് വേണ്ടി നിലകൊണ്ട ആളുകളായിരുന്നു എന്നാണ്. അവരിൽ പെടുന്ന ആളുകളിൽ നിന്നാണ്, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിന്, ആ ഒരു ചിന്താധാരയ്ക്ക് സ്വാധീനമുള്ള കാലഘട്ടത്തിൽ ആ പ്രദേശങ്ങളിൽ നിന്ന് ഉണ്ടായി വന്ന പ്രതിഭകളാണ് ഇവരിപ്പോൾ ഇസ്ലാമിലെ മഹത്തായ ശാസ്ത്ര പ്രതിഭകൾ എന്ന രീതിയിൽ പൊക്കിക്കൊണ്ടുവരുന്നത്. ആ ഗണത്തിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ രീതിയിൽ ഇവർ പോയി കഴിഞ്ഞാൽ, നാളെ ലോകത്തിന് ഇസ്ലാം സംഭാവന ചെയ്ത ശാസ്ത്രജ്ഞന്മാരുടെ പട്ടികയിലേക്ക് നമ്മുടെ APJ അബ്ദുൽ കലാമും കടന്നു വരും ഒരു നൂറ്റാണ്ട് കഴിയുമ്പോൾ. അതാണ് ഇവരുടെ ഇരട്ടത്താപ്പ്. അപ്പോൾ ആ തരത്തിൽ ശാസ്ത്രത്തിനു വേണ്ടി സംഭാവനകൾ അർപ്പിച്ച ഇസ്ലാമിക ലോകത്തെ പ്രതിഭകൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തെ അവർ കൊണ്ടു നടന്നിരുന്ന ഒരു ചിന്താധാരയെ അനിസ്ലാമികമെന്നും ഇസ്ലാമിക വിരുദ്ധമെന്നും അവർ വഴിപിഴച്ചവരാണ് എന്നും ഇവിടെ ഈ ഗ്രന്ഥം കൃത്യമായി പറഞ്ഞു വെക്കുന്നു. അത് ഞാൻ ഇവിടെ പറഞ്ഞു പോകണം എന്നെനിക്ക് തോന്നി. പിന്നീട് ഹദീസ് നിഷേധിച്ച വേറൊരു കൂട്ടർ എന്ന് പറയുന്നത് പാശ്ചാത്യ സംസ്കാരത്തിൽ അഭിരമിച്ച മോഡേണിസ്റ്റുകളാണ്. ഓറിയന്റലിസത്തോട് ചേർന്ന് നിൽക്കുകയും മുസ്ലിം നാമത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്ത ഇസ്ലാം വിരോധികളും ഭൗതിക താല്പര്യങ്ങൾ സംരക്ഷിക്കാനും പ്രശസ്തിക്കും ആ മാർഗം സ്വീകരിച്ചവരും ഇസ്ലാമിക സമൂഹത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിനുള്ള മാർഗം അതാണെന്ന് ചിന്തിച്ച ഭൗതിക തിമിരം ബാധിച്ചവരുമായ പല മോഡേണിസ്റ്റുകളും അറബ് ലോകത്തും ഇതര നാടുകളിലും സുന്നത്ത് നിഷേധവുമായി രംഗം ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനത്തെ കുറേ ആളുകളെയൊക്കെ ഇവർ പരിചയപ്പെടുത്തി പോകുന്നു. ഇക്കാര്യത്തിൽ മലയാള നാടും ഒട്ടും പുറകിലല്ല എന്നും, അത്തരത്തിൽ ഹദീസ് നിഷേധിച്ച വഴിപിഴച്ചവരിൽപ്പെട്ട ഒരാളെ ഇവരുടെ പേരെടുത്ത് പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ചേകനൂർ മൗലവി എന്നാണ്. ഇതിനൊക്കെ കാരണമായിട്ട് ഈ പുസ്തകം പറയുന്നത്, ഇബ്ലീസ് അന്ത്യനാൾ വരെ ജീവിച്ചിരിക്കുമല്ലോ, അതുകൊണ്ട് ഇത്തരം പ്രചാരണങ്ങൾക്കും ഇത്തരം ഹദീസ് നിഷേധ പ്രവണതകൾക്കും ഈ ഹദീസുകൾ ഇങ്ങനെ ആളുകളുടെ ഇടയിലേക്ക് ഇട്ടുകൊണ്ട് അവരുടെ ഇടയിൽ സംശയം ജനിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ തനിനിറം തുറന്നു കാണിക്കുമ്പോൾ അത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഇസ്ലാം തെറ്റാണ് എന്ന് മനസ്സിലാക്കാനും ഒക്കെ എല്ലാ കാലത്തും ആളുണ്ടാവും. അതിൽ വലിയ ബേജാറൊന്നും വേണ്ട എന്ന ഒരു ആശ്വസിപ്പിക്കലും കൂടി പറഞ്ഞിട്ടാണ് ഈ പുസ്തകം മുന്നോട്ട് പോകുന്നത്. ഇനി എന്താണ് സാധാരണഗതിയിൽ ഇസ്ലാം അല്ലെങ്കിൽ ഹദീസ് നിഷേധം അല്ലെങ്കിൽ ഹദീസിനെ വിമർശിക്കുന്നവർ അവരൊക്കെ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഹദീസിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയും ഹദീസിൽ അവസരത്തിൽ നിന്ന് അടർത്തിയെടുക്കുകയും ഇല്ലാത്ത അർത്ഥം കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് എന്താണ്, സന്ദർഭത്തിൽ നിന്നും അടർത്തുമാറ്റി ഹദീസ് ഗ്രന്ഥങ്ങൾ മുഴുവനും പരിഹാസവും അശ്ലീലത നിറഞ്ഞതുമായ കാര്യങ്ങളാണ് ഉള്ളത് എന്ന് പ്രചരിപ്പിക്കുകയും എന്നിട്ട് അത് ഇസ്ലാമിന് അപമാനമാണെന്ന് വിളിച്ചു പറഞ്ഞ് നിഷേധിക്കുകയും അതുവഴി ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്രോതസ്സായ സുന്നത്തിനെ പുറത്തു നിർത്തുകയും ചെയ്യുക എന്നതാണ് അവർ പ്രധാനമായും ചെയ്തത്. അത് ഇസ്ലാമിനകത്തുള്ള ഹദീസ് നിഷേധികളെക്കുറിച്ചാണ് ഈ പറയുന്നത്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഹദീസ് എടുത്ത് പുറത്തിട്ട് കൊടുത്തുകൊണ്ട് ഇതിലെന്ത് മാതൃകയാണുള്ളത് എന്ന ഒറ്റ ചോദ്യം മാത്രമാണ് ചോദിക്കാറുള്ളത്. ഹദീസ് മോശമാണെന്നും വൃത്തികേടാണെന്നും തിരിച്ചറിഞ്ഞ് ഇസ്ലാമിൽ നിൽക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ പോലും ഹദീസ് അംഗീകരിക്കാൻ കഴിയാത്ത ആളുകളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് എന്നാണ് ഇവരുടെ ആക്ഷേപം. അത്തരം എല്ലാ ദുർവ്യാഖ്യാനങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ പുസ്തകത്തിൽ അടങ്ങിയിട്ടുള്ളത്. അവരുടെ വാറോലകളിലെ പുലഭ്യം നിറഞ്ഞ ശീർഷകങ്ങൾ നൽകിയ ശേഷം ചില ഹദീസുകൾ അതിന് ചുവടെ ചേർത്തുകൊണ്ട് അറബിയിൽ ഗ്രാഹ്യമില്ലാത്തവരെയും ഹദീസ് സമാഹാരവുമായി ഏറെ ബന്ധമില്ലാത്തവരെയും തെറ്റിദ്ധരിപ്പിക്കുന്നതോടൊപ്പം വരികൾക്കിടയിൽ അള്ളാഹുവിൻ്റെ റസൂലിനെയും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെയും സഹാബികളെയും താറടിച്ച് കാണിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഈ കപടന്മാരുടെ കുതന്ത്രങ്ങളെ കൃത്യമായി നേരിടാനും
അവരുടെ ആരോപണങ്ങളുടെ പൊള്ളത്തരത്തെ പ്രാമാണികമായി തെളിവുകൾ കൊണ്ട് തുറന്നു കാട്ടാനും ഈ കൃതിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള ഇസ്ലാമിനെതിരെയുള്ള ഹദീസുകൾക്കെതിരെയുള്ള എല്ലാത്തരം വിമർശനങ്ങൾക്കുമുള്ള സമഗ്രമായിട്ടുള്ള മറുപടിയാണ് ഈ പുസ്തകം എന്നാണ് ഇവരുടെ അവകാശവാദം. എന്നാൽ ഈ പുസ്തകത്തിനെ പരിചയപ്പെടുത്തലും അതിൻ്റെ ആമുഖവും കുറച്ച് നീണ്ടുപോയി എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് ഈ പുസ്തകത്തിൻ്റെ ആദ്യത്തെ ഹദീസ് വിശദീകരണ പുട്ടി നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. ആ ഹദീസ് വെറുതെ നമുക്ക് ഒന്ന് വായിക്കാം. എന്താണ് ആ ഹദീസ് എന്ന് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ്. ആ ഹദീസിന് എങ്ങനെയാണ് ഹദീസ് നിഷേധികളും അതുപോലെയുള്ള ഇസ്ലാം മത വിമർശകരും തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നാണ് ഇവരുടെ വാദമെന്നും പരിഹാസ്യമായിട്ടുള്ള അതിൻ്റെ വിശദീകരണവുമാണ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്.